ഇൻസ്റ്റാൾമെന്റ്സ് ടു പേ. നിങ്ങൾ ഒരുപക്ഷെ കേൾക്കുമ്പോൾ തോന്നും ഏതോ ഇൻസ്റ്റാൾമെന്റിന്റെ പെൻഡിങ് ആയത് വല്ലതും പറയുന്നത്. നോ, ഇന്ന് അതല്ല. ഇന്നൊരു വ്യക്തി എന്നെ വിളിച്ച് സംസാരിച്ചു. വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാ. പക്ഷെങ്കിൽ അദ്ദേഹത്തിന് കുറ്റബോധം പോകുന്നില്ല. ഇത്രയും നേരം അദ്ദേഹം വിളിച്ച് സംസാരിക്കുകയായിരുന്നു. ഞാൻ ചങ്ങനാശ്ശേരിയിൽ ഒരു കല്യാണത്തിന് വന്നു. അപ്പോൾ ഫംഗ്ഷൻസ് ഒക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ച് ആ സമയത്തായി ഇദ്ദേഹം വിളിക്കുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ കർത്താവിനെ അറിഞ്ഞ നിമിഷം മുതൽ എൻ്റെ പാപങ്ങള് ദൈവം പരിഹരിച്ചു, മാറ്റി, അതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെങ്കിൽ കർത്താവിനെ അറിയുന്നതിന് മുൻപേ എൻ്റെ ജീവിതത്തിൽ വന്ന പാപങ്ങളും വിഷമങ്ങളും അല്ലെങ്കിൽ പാപ സ്വഭാവങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. അത് ദൈവം മറക്കൂ. ഇന്നലെ കേൾക്കുന്നവരോട് പറയട്ടെ, ഇന്ന് ഈ ലൈവിലേക്ക് ഈ 8 മണി സമയത്ത് വരാൻ കാര്യം അതാ. അദ്ദേഹം പറഞ്ഞതിലൊരു കാര്യമുണ്ട്. പലപ്പോഴും പലരും കരുതുന്നത് ശരിയാണ്, ദൈവത്തെ വിശ്വസിച്ചു, വചനപ്രകാരം ദൈവ ഹൃദയത്തിൽ വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റു പറഞ്ഞു, ഒരു അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ ബോൺ അഗെയിൻ എക്സ്പീരിയൻസിൽ നടക്കുന്നു, ആരാധനയുണ്ട്, കൂട്ടായ്മയുണ്ട്. പക്ഷെങ്കിൽ കുറ്റബോധം മാറുന്നില്ല. പ്രിയമുള്ളവരെ, ഇന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ശാപമെന്ന് തന്നെ പറയാം കുറ്റബോധം. ചെയ്ത ഒന്നും ശരിയായില്ല, എടുത്ത തീരുമാനം ശരിയായില്ല, അങ്ങനെ അല്ലായിരുന്നു. കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ നമുക്ക് തോന്നുക അങ്ങനെയൊന്നും അല്ലായിരുന്നു ചെയ്യേണ്ടത്. അതുകൊണ്ട് കുറ്റബോധം അങ്ങ് വേട്ടയാടുക. നിന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, കാൽവരി ക്രൂസിൽ കർത്താവ് ഒറ്റയാഗത്തിൽ മുഴുവനായി എന്നേക്കുമായി കൊടുക്കേണ്ടിയ മാനവജാതി മുഴുവൻ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അവനെ വീണ്ടെടുത്തതിന്റെ വില മുഴുവനായി ദൈവം കാൽവരി ക്രൂസിൽ കൊടുത്തതാണ് യേശുക്രിസ്തുവിൽ കൂടിയുള്ള കാൽവരിയിലുള്ള ക്രൂശ് മരണം. പലപ്പോഴും നോക്കുമ്പോൾ ദൈവം നിസ്സഹായനായിട്ട് മനുഷ്യന്റെ മുമ്പിൽ ക്രൂശിതനായി കിടക്കുന്നു. പലപ്പോഴും അതൊരു മിസ്റ്ററിയാണ്. എന്നാൽ ഒരാൾ പറയുന്നത് പോലെ, സ്വയം രക്ഷിക്കാൻ കഴിയാത്ത ദൈവം എങ്ങനെയാ മറ്റുള്ളവരെ രക്ഷിക്കുന്നത്? അതാണ് മിസ്റ്ററിയാണ്. ഇതൊരു മിസ്റ്ററിയാണ്, മർമ്മമാണ്. മർമ്മം നമുക്ക് പഠിച്ചെടുക്കാനോ പ്രസംഗിച്ചാലോ ഒന്നും നമുക്ക് പിടികിട്ടത്തില്ല. അത് ദൈവാത്മാവിൽ നമുക്കത് വെളിപ്പെട്ട് കിട്ടിയാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ശിഷ്യന്മാര് പലരും പറയുന്നു, നീ ഏലിയാവാണ്, നീ ഇരമ്യാവാണ്, മറ്റേ പ്രവാചകനാണ്. പക്ഷെ കർത്താവ് ചോദിക്കുന്നത്, അല്ല, നിങ്ങൾ എന്നെ കൂടെ നടക്കുന്നത് നിങ്ങൾ എന്താ പറയുന്നത്? അപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പോൾ കർത്താവ് പറയാണ്, ബെറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങളല്ല, നീ പഠിച്ചെടുക്കാനോ ഗ്രഹിച്ചെടുക്കാനോ ആരെങ്കിലും പ്രസംഗിച്ചാലോ നിനക്കിത് പിടികിട്ടത്തില്ല. നിനക്ക് സ്വർഗത്തിലെ പിതാവാം ദൈവം തന്നെ നിനക്ക് വെളിപ്പെടുത്തി. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഈ വെളിപ്പാട്, അതായത് മറ്റൊരു സഭയേക്കാൾ വലിയ വെളിപ്പാട് പ്രസംഗിക്കാനോ മറ്റൊരു വ്യക്തിയേക്കാൾ എനിക്ക് കൂടുതൽ വചനം അറിയാമെന്ന് കാണിക്കുന്നതോ അല്ല വെളിപ്പാട്. വെളിപ്പാടെന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എനിക്ക് ഇനി നിത്യജീവനുണ്ട്. ശാപത്തിനോ മരണം മീൻസ് ആത്മീയ മരണത്തിനോ ഒന്നും എന്നെ തൊടാൻ പറ്റത്തില്ലെന്നുള്ള പൂർണ്ണ ബോധ്യം ഉള്ളതാണ് ക്രിസ്തീയ വിശ്വാസം. ഞാൻ മുമ്പേ പറഞ്ഞ വ്യക്തി, അദ്ദേഹം പറയാ, അയ്യോ ഞാൻ പറഞ്ഞത് ശരിയാ, ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഈ വചനപ്രകാരം എല്ലാം ചെയ്തു, പക്ഷെ കുറ്റബോധം വിട്ടുമാറുന്നില്ല. ഇന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, നോ മോർ ഇൻസ്റ്റാൾമെന്റ്സ് ടു പേ. പലരും പറയുന്ന, ഇനി ഞാൻ എന്തോ ചെയ്യണം. ആ കുറ്റബോധം മാറാൻ, അല്ലെങ്കിൽ ഞാന് ഇത്ര വർഷം മുമ്പ്, എന്റെ ഉദാഹരണം, ഞാൻ 25 വർഷം മുമ്പാ വാസ്തവമായിട്ടും ഈ ദൈവം തമ്പുരാൻ ജീവനോടെ ഇരുന്ന് തന്നിൽ വിശ്വസിക്കുന്നവന്റെ ജീവിതത്തെ മാറ്റിമറിക്കും എന്ന് വിശ്വസിക്കാൻ ഇടയായിട്ട് 25 വർഷമാകുന്നു. അതിനു മുമ്പേ ഞാൻ വിചാരിച്ചത് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ചെയ്തതെല്ലാം ശരിയാണെങ്കിൽ ദൈവത്തിന് എന്നോട് പ്രസാദം, ഇല്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കും. അപ്പൊ ഞാൻ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുക. ആരാധനയിലൊക്കെ പങ്കെടുക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, അല്ലാതെ എന്നിൽ തന്ന ആ ആത്മീയ അനുഭവത്തിൽ ഒന്നുകൂടി ഒരു പുതുക്കം വരാനല്ല. ദൈവത്തിന് എങ്ങനെ കഷ്ടമല്ലേ, പാവമല്ലേ, കയറി പോട്ട്. പലരും പറയുന്നത് കേട്ടില്ലേ, അവനോട് കഷ്ടം തോന്നി, അവനോടങ്ങ് സഹതാപം തോന്നി കയറ്റി വിടുക. ശരി, നീ ഒത്തിരി നേരം ഉണ്ടല്ലോ ഇവിടെ കിടന്ന് അലച്ച് വിളിക്കുന്നു, കരയുന്നു, എന്നാ കയറിപ്പോ.
ഞാനും വിചാരിച്ച് അന്ന് 25 വർഷം മുമ്പ് വരെയുള്ള ആരാധനയെ ഞാൻ വിശ്വസിച്ചത് വല്ലച്ചാതെയും ഇവൻ കയറിപ്പോട്ടെ, ഇവന്റെ കാര്യം നമുക്കൊന്ന് ശരിയാക്കി കൊടുക്കാവുന്ന ദൈവം തീരുമാനിച്ചു. പിന്നീട് ആ പിടി കിട്ടിയ അതല്ലല്ല. ദൈവം തമ്പുരാൻ ഭൂമിയിൽ മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുമെന്നുള്ള ആ വലിയ നിത്യജീവന്റെ ആശയം, ആ ആലോചന, ആ ജീവൻ തന്നെ എന്റെ ഉള്ളിൽ തന്നതാണ് ക്രിസ്തീയ വിശ്വാസം. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറ്റബോധത്തിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. ആ സഹോദരനോട് എത്ര പറഞ്ഞിട്ടും അദ്ദേഹത്തിന് മനസ്സിലാകും. അദ്ദേഹം പറഞ്ഞില്ല, ശരി, ഞാൻ കർത്താവിനെ അറിഞ്ഞത് മുതൽ എന്റെ കാര്യം ഓക്കെ, പിന്നെ പാവങ്ങളൊന്നും കർത്താവ്, പക്ഷെ അതിനു മുമ്പുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ന്യായമാണെന്ന് തോന്നുന്നു. ഞാനിവിടെ ചങ്ങനാശ്ശേരി ഒരു കല്യാണത്തിന് വന്നു. കല്യാണത്തിന്റെ നല്ല അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട നല്ല കാഴ്ചയ്ക്കും എല്ലാം അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങൾ, അവരുടെ ജീവിതം മുഴുവൻ മധുരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അന്നേരം ഇദ്ദേഹം എന്നോട് വിളിച്ചിട്ട് ഇത് പറയുമ്പോൾ പെട്ടെന്ന് എന്റെ ഉള്ളിലോട്ടൊരു ആലോചന വരും. അവിടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ മോന് ഉന്നത ഡിഗ്രികളുണ്ട്. ആ മോള് 2 മാസ്റ്റേഴ്സ് ഡിഗ്രി UK നിന്ന് എടുത്തത്. ആ മോനും UK തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞിട്ട് അവിടെ ജോലിയാണ്. അപ്പൊ എന്റെ ഉള്ളിലോട്ട് വന്ന ഒരു ആശയം, ഈ വിവാഹം നടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ആ മോന്റെ ഡിഗ്രി മോനും മാത്രം പ്രയോജനമുള്ളത്. പക്ഷെ വിവാഹം എന്ന ഒരു കൂദാശ, ഒരു ശുശ്രൂഷ കഴിഞ്ഞപ്പം ഇപ്പൊ ആ മോന് ഉള്ളത് മുഴുവൻ മോക്കുള്ളത് മുഴുവൻ മോനുമായി മാറി. അത് കേട്ടപ്പോഴാണ് ഞാൻ പെട്ടെന്ന് വെളിയിലോട്ട് വന്ന് ഈ ലൈവ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. കർത്താവായ യേശുവിനെ വിശ്വസിച്ച് കഴിയുമ്പോൾ പിന്നെ കർത്താവിനുള്ളത് മുഴുവൻ നിനക്കുള്ളത് മുഴുവൻ കർത്താവിനും. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ കാൽവറി ക്രൂശിൽ അവൻ സമ്പന്നരായിട്ടും അവൻ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന ദൈവകൃപ നിങ്ങൾ ഓർക്കുമല്ലോ. കൊരിന്ത്യലേഖനത്തിൽ പറയുക, 9-ാം അധ്യായത്തിൽ പറയുക. അപ്പൊ ഈ കല്യാണം കൂടെ കണ്ടു കഴിഞ്ഞപ്പോ പെട്ടെന്ന് എന്നാ പിന്നെ ഒരു ലൈവ് ചെയ്തേക്കാം. ഇന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആ ഹൃദയത്തിൽ വിശ്വസിച്ച് വാവുകൊണ്ട് ഏറ്റു പറഞ്ഞ വ്യക്തിയാണോ, അവന്റെ മുഴുവൻ നിന്റെ മുഴുവൻ അവനുമെന്നുള്ള തീരുമാനം അവിടെ നടന്നു കഴിഞ്ഞു. ഹൃദയത്തിൽ വിശ്വസിച്ച് അത് എങ്ങനെ നടക്കും ബ്രദറെ? ഞാനൊന്നും കാണണ്ടാന്നേ. ഇത് ദൈവരാജ്യ തത്വം, പ്രിൻസിപ്പിൾ ഓഫ് കിങ്ഡം ഓഫ് ഗോഡ്. ഇത് നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ദൈവം വെച്ചേക്കുന്ന വ്യവസ്ഥ അങ്ങനെ, വിശ്വാസം ദൈവം വെച്ചേക്കുന്ന വ്യവസ്ഥയാണ്. അപ്പൊ ഇന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, നോ മോർ ഇൻസ്റ്റാൾമെന്റ്സ് ടു പേ. അപ്പൊ ഇനിയും ഞാൻ വിശ്വസിച്ചു, ഇനി എന്താ ബ്രദറെ ഞാൻ ചെയ്യാൻ? ഒന്നും ചെയ്യണ്ട. ഒന്നുകൂടെ വിളിച്ചു പറഞ്ഞേ, നോ മോർ ഇൻസ്റ്റാൾമെന്റ്സ് ടു പേ. ഇനി ഒരു ഇൻസ്റ്റാൾമെന്റും കൊടുക്കാനില്ല. മേജർ ഇത് കഴിഞ്ഞ് ഇനി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇനി കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഒന്നും ചെയ്യണ്ട. യേശുവിൽ വിശ്വസിച്ച നിമിഷം അവന്റെ മുഴുവൻ നിനക്കും നിന്റെ മുഴുവൻ അവനുമായെന്ന് ഇന്നവിടെ ആ ശുശ്രൂഷയിൽ പറഞ്ഞു. ഇനിയും തൊട്ട് മേലാൽ നിങ്ങൾ 2 അല്ല 1 അത്രേ. ഇത് ദൈവം തമ്പുരാനെ നടത്താൻ പറ്റാത്തൊരു കാര്യം മനുഷ്യനോട് ദൈവം പറയാമോ? ദൈവം തമ്പുരാൻ അത് ചെയ്യാൻ പറ്റാത്തവൻ 1 കൊരിന്ത്യർ 6-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറഞ്ഞു, ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്ന നീ അവനുമായി ഏകാത്മാവാണ്. അപ്പൊ ദൈവത്തിന് ചെയ്യാൻ പറ്റാത്തത് മനുഷ്യനോട് പറയുമോ ദൈവം ചെയ്യാൻ? ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചാക്കാൻ പറ്റത്തില്ലെങ്കിൽ ദൈവം പറയുമോ? ഞാനതാ ഓർത്ത്, ഭാര്യ ഇനി മേലിൽ നിങ്ങൾ 2 അല്ല 1 അത്രേ. ഇന്നെ കേൾക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരോട് പറയട്ടെ, ദൈവത്തിന് നമ്മളെ ഒന്നാക്കാൻ, ഭാര്യയും ഭർത്താവിനെ ഒന്നാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്. അല്ല, പറ്റാത്ത കാര്യം ദൈവം പറയത്തില്ല. നിങ്ങൾ ഒന്ന് ശ്രമിച്ചേ, ഒന്ന് ആത്മാവിൽ ഐക്യതയിൽ ഒന്ന് കരങ്ങൾ കോർത്തു പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഒരുമിച്ച് വിശ്വാസം ഒന്ന് പങ്കിട്ടേ, നടക്കും. ഭാര്യയും ഭർത്താവും ഒന്നായി മാറും. അല്ലെങ്കിൽ ഇപ്പൊ എന്റെ കൊച്ചിന്റെ ഒരു 2 വയസ്സുള്ള കുഞ്ഞിന്റെ തലയിലോട്ട് ഞാൻ 50 കിലോ സിമെന്റിയാക്കി എടുത്ത് വെച്ച് കൊടുക്കൂ? എന്നാ അപ്പനാ നേരം ഞാനത് കൊടുക്കുകയില്ല. പക്ഷെ എന്റെ മോന് ഇപ്പൊ ജിമ്മിലൊക്കെ പോയി 100 കിലോ എടുക്കാൻ ശേഷിയുള്ളവനോട് എടാ ഈ സിമെന്റിയാക്കൊന്ന് എടുക്കടാന്ന് ഞാൻ പറയുന്നത് ന്യായമുണ്ട്. അവനെ കൊണ്ട് അത് പറ്റൂ. ഇന്നെ കേൾക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരോട് പറയട്ടെ, കലഹിച്ചതൊക്കെ മതിയെന്നേ, തർക്കിച്ചതൊക്കെ മതി. നശിച്ചു, ഇത് ഇങ്ങേരുടെ കൂടെ ചേർന്ന എന്റെ ജീവിതം നശിച്ചത്, ഇവളെ കിട്ടിയത് മുതൽ എന്റെ ജീവിതം പറയാതെ പറ്റും. നിങ്ങൾക്ക് ഒരുമിച്ച് ഒന്നുകൂടെ ഒന്ന് കരം കോർത്ത് പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിന്റെ കാര്യം, പലരും ചോദിക്കുന്നു, ഞാൻ കർത്താവിനെ അറിഞ്ഞതിന് മുമ്പുള്ള ആ പാപങ്ങളെ ദൈവം ക്ഷമിക്കും. പറ്റത്തില്ലെങ്കിൽ ദൈവം പറയത്തില്ലായിരുന്നു. 1 യോഹന്നാൻ അതിന്റെ 1:7 തോന്നുന്നു. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. ഏറ്റുപറഞ്ഞാൽ നിനക്ക് നിന്റെ പാപങ്ങളെ ഉപേക്ഷിക്കാം. അവൻ നിന്നെ വിടുവിക്കുവാൻ അവൻ വിശ്വസ്തനെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. വിശ്വസ്തനാ.
നമ്മൾ വിശ്വസ്തരല്ലാത്തതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് ഈ ദൈവം ഇത് വിടുവിക്കുമോ. ഞാൻ ഹൃദയത്തിൽ വിശ്വസിച്ച് വാഗോണ്ട് ഏറ്റു പറഞ്ഞ ഉടനെ വിശ്വാസത്തിൽ പറഞ്ഞ ഉടനെ അത്ഭുതം നടക്കുമോ. അത് നമ്മൾ പലപ്പോഴും വിശ്വസ്തരല്ലാത്തതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ദൈവം വിശ്വസ്തനാണ്. ഇങ്ങനെ കേൾക്കുന്നവരോട് പറട്ടെ, നിന്റെ കുടുംബം ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് പറഞ്ഞാൽ ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ്. നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നത് നടക്കുമെന്ന്. ഇപ്പോഴത്തെ പ്രതികൂലം പ്രശ്നവും ഒന്നും നോക്കണ്ട. കാൽവറി ക്രൂസിൽ മുഴുവൻ വിലയും കൊടുത്തു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എവറിഥിങ് അക്കംപ്ലിഷ്ഡ്, എവറിഥിങ് പെയ്ഡ്. അതാ പറഞ്ഞത്, നോ മോർ ഇൻസ്റ്റാൾമെന്റ്സ് പേ. ഇനിയും ഇൻസ്റ്റാൾമെന്റുമായിട്ട് നമ്മൾ ചെല്ലണ്ട എന്ന് കരുതി നല്ല പ്രവൃത്തി ചെയ്യേണ്ടാന്നോ, നല്ല രീതിയിൽ നടക്കണ്ടെന്നോ, നല്ല സ്വഭാവം വേണ്ടെന്നോ അല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്നുള്ള ചിന്ത അങ്ങ് ഉപേക്ഷിച്ചേരെ. യേശുവിൽ വിശ്വസിക്കുന്നവൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു. കാരണം ഞാന് പിന്നെ ഇപ്പൊ ഉദാഹരണത്തിന് 25 വർഷം മുമ്പാണ് ഞാൻ കർത്താവിനെ രക്ഷിച്ചത്. അപ്പൊ നമുക്ക് തോന്നാം അതിനുശേഷം ദൈവം വിളിച്ചു. നോ, ഞാൻ ദൈവജനം പറയുന്ന ഈ ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ ദൈവം നിന്നെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തിരിക്കും. ആ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഭാഗമായിട്ടാ എനിക്ക് ആ കൃപ വന്നപ്പോൾ ആ കൃപയിൽ എനിക്ക് കർത്താവിനെ രക്ഷിതാവും കർത്താവിനെ സ്വീകരിക്കാനിടയായി. പക്ഷെങ്കിൽ ഓർത്തോണം, 2000 വർഷം മുമ്പേ കർത്താവ് കാൽവറി ക്രൂസിൽ യാഗമായി എവറിഥിങ് അക്കംപ്ലിഷ്ഡ്, എവറിഥിങ് ഫിനിഷ്ഡ്, എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് തന്റെ ആത്മാവിനെ കൊടുത്തപ്പം ഞാൻ ജനിച്ചിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഇന്ന് 2000 വർഷം വയസ്സെനിക്കുണ്ടായിരുന്നതിന് മതി. ഇല്ലല്ലോ, എനിക്കത്ര ഇല്ലല്ലോ. പക്ഷെ 2000 വർഷം മുമ്പേ കർത്താവ് ഇനിയും വരാൻ പോകുന്നവരുടെ മുഴുവൻ പാപങ്ങൾക്കും മോചനം കൊടുത്തു. ആ മാനസാന്തരപ്പെട്ട മതി, നീ നിത്യജീവൻ പ്രാപിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അന്ന് ഞാൻ ജനിച്ചിട്ടില്ല. ഞാൻ ജനിച്ചത് പിന്നെ 1950 വർഷം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ജനിച്ചത്. പക്ഷെങ്കിൽ അതുകൊണ്ട് ഒന്ന് ഞാനിത് പറഞ്ഞെങ്കിലും നിങ്ങളത് മനസ്സിലാക്കുകയും, നമ്മൾ ആരും ഇന്ന് എന്നെ ലൈവ് കേൾക്കുന്ന നിങ്ങൾ ആരും ജനിക്കുന്നതിന് മുമ്പേ കർത്താവിന്റെ കാൽവറി ക്രൂസിന് മുമ്പേ ജനിച്ചവരല്ല, അതിനുശേഷമാണ് കർത്താവ്. അങ്ങനെങ്കിലും ഒന്ന് വിശ്വസിച്ച് ഇറ്റ് ഇസ് എവരിതിങ് ഫിനിഷ്, എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ജനിച്ചത്. അപ്പൊ ആ പാപങ്ങളും കൂടെ ദൈവം വഹിച്ചിട്ടല്ലേ കാൽവറി ക്രൂസ്. അങ്ങനെ സിമ്പിളായിട്ടൊന്നും എടുത്ത് ഇനി അതിന് മുമ്പുള്ളവരുടെ ചോദ്യം അവിടെ നിൽക്കട്ടെ. അവരാരും ഇപ്പൊ തൽക്കാലം ചോദ്യം ചോദിച്ചുകൊണ്ട് വരുന്നില്ലല്ലോ. 2000 വർഷം മുമ്പേ ജനിച്ചവരാരും ഇപ്പൊ എന്നോട് ലൈവ് ചോദ്യം ചോദിക്കാൻ വരുന്നില്ലല്ലോ. ഇപ്പൊ തൽക്കാലം നമ്മുടെ കാര്യം ഒന്ന് നോക്കി. കർത്താവ് കാൽവറി ക്രൂസിൽ മരിച്ചപ്പം നമ്മൾ ആരും ഇല്ലായിരുന്നു. നമ്മൾ അതിന് ശേഷമാണ് ജനിച്ചത്. അപ്പൊ നമ്മുടെ ജനിച്ച ആ ദിവസം മുതൽ പാപം ചെയ്തെങ്കിൽ പോലും അത് കർത്താവ് കാൽവറി ക്രൂസിൽ വഹിച്ചില്ലേ. അങ്ങനെങ്കിലും ഒന്ന് എടുത്തേ. കുറ്റബോധത്തിൽ നിന്നൊന്ന് വെളിവാ. ശരിയായില്ലെന്ന് പറഞ്ഞാൽ വെളിവാ. നിങ്ങളുടെ തീരുമാനം പലതും പരാജയപ്പെട്ട് കാണും, തീരുമാനം എടുത്ത പലതും തെറ്റിക്കാണും. പേടിക്കേണ്ടെന്നേ. ഇവിടെ ഇപ്പൊ കല്യാണത്തിന് ആ മോനും മോളും അവർ 2 വീട്ടിൽ നിന്ന് 2 കാറേ വന്നു. ഇനിയിപ്പോ ഒറ്റ കാറേ തിരിച്ചു പോവാ. അതാണ് ഹൃദയം വിശ്വസിച്ച് പാവം ഡേറ്റ് പറയുമ്പോൾ ഒറ്റ വണ്ടിയല്ല പിന്നെ നമ്മൾ പോകുന്നത്. യേശുവും ഞാനും കൂടെ ഒറ്റ വണ്ടിയല്ല പോകുന്നത്. അങ്ങനെ ഒന്ന് വിശ്വസിച്ച് കാര്യം. കർത്താവ് എഫേസ്യ ലേഖനം 5 പറയുന്നത് മുഴുവൻ ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ച് പറയുന്നു, ഭാര്യ ഭർത്താക്കന്മാരെ പറ്റി പറഞ്ഞിട്ട്. അങ്ങനെ ഒന്ന് വിളിച്ച് പറഞ്ഞേ, ഞാൻ രക്ഷിക്കപ്പെട്ട് ഹൃദയത്തിൽ വിശ്വസിച്ച് വാഗോണ്ട് ഏറ്റു പറഞ്ഞ നിമിഷം ഞാൻ പിന്നെ ഒറ്റ വണ്ടിയല്ല, ഞാനും കർത്താവ് ഒറ്റ വണ്ടിയല്ല പോകുന്നത്. നിങ്ങൾ ദൈവത്തിന് വന്നിരുമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന വണ്ടിയിലുണ്ടെന്ന് നിനക്കൊന്ന് വിശ്വസിച്ചുകൂടെ? അതാ ചോദിക്കുന്നത്. ആ വചനം 1 കൊരിന്ത്യർ 3:14 പറഞ്ഞ്, നിങ്ങൾ ദൈവത്തിന് വന്നിരുമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഒറ്റ വണ്ടിയിൽ ഇരിപ്പുണ്ടെന്ന് നിനക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ? അതാ ചോദിക്കുന്നേ. ആ കുറ്റബോധം കളയുന്നേ. കുറ്റബോധം ഭാരം ഇനി ക്രിസ്തുയേശുവിലുള്ളവർ യാതൊരു ശിക്ഷാവിധിയും ഇല്ല. റോമർ 8:1 ശിക്ഷാവിധി ഇല്ല. അങ്ങനെ ഒന്ന് പറഞ്ഞേ, ഒന്ന് വിശ്വസിച്ചേ. ഇനി നാട്ടുകാർ മുഴുവൻ പറയും ഇല്ല, ശരിയായില്ല, അത് അവര് പറഞ്ഞോട്ടെ. മറ്റുള്ളവർ മുഴുവൻ പറഞ്ഞ് ശരിയായില്ല, പറഞ്ഞോട്ടെ. സഭക്കാർ മുഴുവൻ പറഞ്ഞോട്ടെ. പക്ഷെ എനിക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ഞാൻ ഹൃദയത്തിൽ വിശ്വസിച്ച് വാഗോണ്ട് ഏറ്റു പറഞ്ഞ നിമിഷം മുതൽ ഒറ്റ വണ്ടിയല്ല. 2 വീട്ടിൽ നിന്ന് വന്ന ആ കുഞ്ഞുങ്ങൾ ഇത് ഒറ്റ വീട്ടിലോട്ട് പോവാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ ഈ ലൈവ് ഈ 8:10 ആയപ്പം ഇന്ന് എല്ലാവരും ഞാൻ ഉത്സാഹിക്കും. എന്തെങ്കിലും കുറ്റബോധം ഉണ്ടെങ്കിൽ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഹൃദയത്തിൽ വിശ്വസിച്ച് വാഗോണ്ട് ഏറ്റു പറഞ്ഞു, കുറ്റബോധം ഇന്നുകൊണ്ട് തീർന്നോണം. ഇനി ക്രിസ്തയേശുവിലുള്ളവന് യാതൊരു ശിക്ഷാവിധിയുമില്ല. ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് ശുഭം വരും. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്ന രക്തം. ഇപ്പൊ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. പക്ഷെങ്കിൽ കാറിനകത്തിരുന്നുകൊണ്ട് നല്ല ചൂടുമുണ്ട്. ഞാൻ വണ്ടിയൊക്കെ ഒന്ന് ഓൺ ചെയ്തിട്ട് ഓക്കെ. അപ്പോ ഇനി സ്വസ്ഥമായിട്ടിരുന്ന് പറയാം. അപ്പോ ഒന്ന് ചിരിച്ചാ നീ ഒന്ന് രക്ഷിക്കപ്പെട്ടവൻ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ചിരിയാണ്.
എപ്പോഴും നല്ല മനോഹരമായ ചിരിയോടുകൂടിയിരിക്കുന്നു. കാര്യം അവന് കുറ്റബോധമില്ല. കുറ്റബോധമാണ് നമ്മളെ ചിരി കളയുന്നത്. കുറ്റബോധമുള്ളവനാ പറയുന്നത് വലിയ ഘനഗാംഭീര്യമുള്ള വാക്കുകളോടുകൂടി വലിയ വർണ്ണനയൊക്കെ പിതാവാം ദൈവത്തെ വർണ്ണിക്കുന്നത് എന്തിനാണെന്നറിയാം? അത് കുറ്റബോധം ഉള്ളിലുള്ളതുമാണ്. എന്റെ 2 മക്കള് അവര് വന്നിട്ട് വലിയ 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 ഘനഗംഭീര്യമുള്ള വാക്കുകളിലല്ല എന്നോട് കാര്യങ്ങൾ പറയുന്നത്. അപ്പ എനിക്ക് ഇന്നത് വേണം കേട്ടോ, അപ്പ അവിടെ പോണം, പൈസ അയച്ചാ, ഗൂഗിൾ പേ അല്ലെ പൈസ അയത്താ, അല്ലെങ്കിൽ വണ്ടി എടുക്കുകയാണേ, അനുവാദം പോലും ചോദിക്കുന്നില്ല. അപ്പൊ വണ്ടി എടുക്കുകയാണേ, അല്ലെങ്കിൽ ആദ്യം ഞാൻ എടുത്തു. എന്തൊരു ധൈര്യമാവുള്ള കാര്യം. അവർക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ അവരുടെ അപ്പനാണ്. അപ്പോ ഇന്നെന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ആ നല്ലൊരു ചിരിയൊക്കെ ചിരിച്ച് സന്തോഷമായിട്ടിരുന്നേ. ഒന്നും പേടിക്കേണ്ടാന്നേ, ഒന്നും പേടിക്കേണ്ടാന്നേ. കുറ്റബോധമൊക്കെ എടുത്ത് കള. അപ്പൊ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഒന്നുകൂടെ വിളിച്ച് പറയട്ടെ, ക്രിസ്തയേശുവിലുള്ള ഒരു യാതൊരു ശിക്ഷാവിധിയുമില്ല. അവൻ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു. യോഹന്നാൻ 5:24. അവൻ മരണത്തിൽ നിന്നും ജീവൻ. അതൊക്കെ മിസ്റ്ററിയാ. അതൊന്നും എന്ന് കരുതി ലോകത്തിൽ മരിക്കത്തില്ലെന്നാണ്. കർത്താവിന്റെ വരവ് താമസിക്കും നമ്മളെല്ലാവരും ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. പക്ഷെ പേടിയില്ല. കാര്യം ഒറ്റ വണ്ടിയല്ല. ഈ ഹൃദയത്തിൽ വിശ്വസിച്ച് വാഗോണ്ട് ഏറ്റു പറഞ്ഞ നിമിഷം ഒറ്റ വണ്ടിയല്ല യാത്ര. ഇപ്പൊ ഒന്നും പേടിക്കാനില്ല. മരണത്തിനപ്പുറം പോയവൻ എന്റെ കൈ പിടിച്ചിട്ടുണ്ട്. ഒന്നും പേടിക്കണം, ധൈര്യമായിട്ടിരിക്കുന്നേ. ഒന്നും വിഷയമില്ലെന്ന്, ഒരു തടസ്സവും വരികയില്ല. ധൈര്യമായിട്ടിരി. അപ്പൊ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കല്യാണത്തിന് എല്ലാവരും വാഹനങ്ങളിലൊക്കെ കയറാൻ തുടങ്ങി. ഞാനും ഇനി മാറിയില്ലെങ്കിൽ ശരിയാകത്തില്ല. അപ്പൊ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇന്നത്തെ ദൂത് ഇതാണ്, നോ മോർ ഇൻസ്റ്റാൾമെന്റ്സ് ടു പേ. ഇനിയും നമ്മളായിട്ട് ഇൻസ്റ്റാൾമെന്റ് കൊടുക്കാനൊന്നുമില്ല. കർത്താവ് കാൽവരി ക്രൂശിൽ മുഴുവൻ കൊടുത്തു. അതുകൊണ്ട് ഒറ്റ വണ്ടിയിലാണ് ഇനി യാത്ര. ധൈര്യമായിട്ടിരുന്നു. ഒരു ശിക്ഷാവിധി, ഒരു കുറ്റബോധവും വേണ്ട. അപ്പൊ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിതാവെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേൾക്കുന്നവർ തൊട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ വിശ്വാസത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നോ മോർ ഇൻസ്റ്റാൾമെന്റ്സ് ടു പേ. ഞങ്ങൾ അങ്ങോട്ട് പറയാം, കർത്താവ് ഇനി ഒന്നും ഞങ്ങൾക്ക് തരാനില്ല. എല്ലാം കർത്താവ് കാൽവരി ക്രൂശിൽ കൊടുത്തു. ഞങ്ങളത് വിശ്വസിക്കുന്നു. കർത്താവെ ആ വിശ്വാസത്തിന്റെ ശക്തി ഞങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതമായി, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി, ആരോഗ്യത്തിലും സാമ്പത്തികത്തിലും എല്ലാ മേഖലയിലും, ശുശ്രൂഷ മേഖല എല്ലാ മേഖലയിലും കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം വെളിപ്പെടട്ടെ. അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും നിറയ്ക്കണം. അനുഗ്രഹിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പൊ ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പേ നല്ലൊരു ചിരി ഇരിച്ചോണ്ട് വേണം കിടന്നുറങ്ങാൻ. ഭാര്യയും ഭർത്താവും കൂടെ നല്ല ചിരിയൊക്കെ ചിരിക്കണം. അതാണ് വിശ്വാസം. അല്ലാതെ പരാതി പറയുന്നത് കുറ്റപ്പെടുത്തുന്നതല്ല. അപ്പൊ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഇന്ന് രാത്രിയിൽ ഇപ്പം ലൈവ് വന്നുകൊണ്ട് ഇനി നാളെ രാവിലെ ലൈവ് വരാൻ പറ്റത്തില്ല. അപ്പം എപ്പോഴെങ്കിലും കർത്താവ് ഇതുപോലെ അനുവദിച്ചാൽ, പെട്ടെന്ന് ഒരു ആലോചന വന്നാൽ അന്നേരം ചെയ്യും. അപ്പൊ കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. മറന്നുപോകല്ലേ. കുറ്റബോധം വേണ്ട. ചിരിച്ചോ. നോ മോർ ഇൻസ്റ്റാൾമെന്റ്സ് ടു പേ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.